വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. +2 അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മാർച്ച് 2024? നമ്മളിപ്പോൾ കഴിഞ്ഞ 2 മെയിൻ എക്സാമുകളാണ് കൊമേഴ്സുകാരുടെ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും. എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാം തോന്നിയത്? ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മളവിടെ നിർത്തിയിട്ടുണ്ടായത്. നമുക്ക് ആദ്യം ബിസിനസ് സ്റ്റഡീസിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാം. ബിസിനസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് 1 മാർക്ക് എല്ലാം എന്താ പറയുക, ഓൾമോസ്റ്റ് കുഴപ്പമില്ല, നല്ല എളുപ്പമാണെന്ന് ഒരിക്കലും 1 മാർക്കിന് പറയാൻ പറ്റില്ല. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഏതാണ്, അതുപോലെ ഒരു കുഴപ്പിക്കുന്ന ടൈപ്പ് 1 മാർക്കുകൾ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബ്രാൻഡ് നെയിമിൽ എല്ലാം സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് തന്നിട്ട് അതിൽ നിന്ന് 1 വേർഡുകൾ. നമ്മൾ എക്സ്പ്ലനേഷൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ 1 മാർക്കിലേക്കും അതേപോലെ 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്കാണ് പോയത്. കണ്ടില്ല, ഇപ്പോൾ ഓർഡർ വൈസ്, ഫങ്ഷൻസ് ഓഫ് എന്താ പറയുക, ഫിക്സ്ഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, അതൊക്കെ 2 മാർക്കിലേക്കാണ് പോയത്. നമുക്കത് 3-4 മാർക്സിലേക്ക് പോവാം. ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് മാത്രം ചോദിച്ചു. ദെൻ ഓർഗനൈസിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. കമ്പനീസ് ആക്ട് എല്ലാവർക്കും ഇതേപോലെ കമ്പനീസ് ആക്ട് അവരെ, കാരണം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു അത്. പിന്നെ റിലീഫ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സും, അതൊക്കെ നമുക്ക് അധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ദെൻ പിന്നീട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഇതിൽ കുറേ നമുക്ക് കുറേ എലമെൻറ്റ്സ് തന്നിട്ട് അതിൽ സോഷ്യൽ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. കാരണം എക്കണോമിക്സ് ഫംഗ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മിക്സ്ഡ് ആണ്. ടാക്സ് റേറ്റ്, ലിറ്ററസി റേറ്റ് ഒക്കെ നമുക്ക് എക്കണോമിക്സിലേക്ക് പോകാം. ലിറ്ററസി നമുക്ക് സോഷ്യലിലും നമ്മൾ കാണുന്നതാണ്. ബ്യൂറോക്രസി ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, ലൈഫ് എക്സ്പെക്റ്റൻസി എക്കണോമിക് ആണ്. ബ്യൂറോക്രസി നമുക്ക് ഏതിൽ കാണുന്നുള്ള ഡൗട്ടിലിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് 3 മാർക്കിലേക്കാണ് പോയിട്ടുള്ളത്. കാരണം നമ്മൾ 2 മാർക്ക് ചോദിച്ചതൊക്കെ 3 മാർക്കിലേക്കും പോയി. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ, അത് കുഴപ്പമില്ല, 3 മാർക്കിന് പറ്റിയത് തന്നെയാണ്. 6 കൺസ്യൂമർ റൈറ്റ്, സാധാരണ കൺസ്യൂമർ റേറ്റ് ഒരു 4 എണ്ണം വന്നിട്ട് നമുക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ 4 എണ്ണം വന്നിട്ട് 4 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. ഇത് 3 മാർക്കിലേക്കാണ് കൺസ്യൂമർ റേറ്റ് പോയത്. ദെൻ കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, സാധാരണ നമുക്ക് ലിമിറ്റേഷൻസ് ആണ് ചോദിക്കാറ്, ഇമ്പോർട്ടൻസും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഷോർട്ട് നോട്ട്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്താണ്? ഷോർട്ട് നോട്ടാണ്, 1 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ദെൻ സ്കോളാജിന് നമുക്ക് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ സോഴ്സസിൻ്റെ മെറിറ്റ് ആണ് അവിടെ വന്നത്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസ് നമുക്ക് വന്നില്ല അല്ലേ. 8 മാർക്കിനും ഷോർട്ടേജ് ടൈപ്പിലൊക്കെ നമുക്ക് ഒരുപാട് കാണാനാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ദെൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മോഡേൺ മാനേജ്മെൻറ്റ്, ഫയോളിനെ നമുക്ക് നല്ല രീതിയിൽ ഇവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫയോളിൻ്റെ 40 പ്രിൻസിപ്പിളൊന്നും തന്നെ വന്നിട്ടില്ല. അതേപോലെ ഫയോളിൻ്റെ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല, ജസ്റ്റ് ഒരു സ്കോളാർജിൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ 5 ഫങ്ഷൻസ് വന്നു. ദെൻ ഫങ്ഷൻസിന് പകരം ഇമ്പോർട്ടൻസ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഫങ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ, സ്റ്റാഫിംഗ്, ഡയറക്ഷൻ, കൺട്രോളിംഗ്, പ്ലാനിങ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, ഇവിടുന്ന് അങ്ങോട്ട്, അതായത് 5 മാർക്കിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചെറിയൊരു ആശ്വാസം വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് വരാറില്ല, ആദ്യമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് മാച്ച് ദ ഫോളോയിങ് വന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇതൊക്കെ എല്ലാവരും എസ്സേ ക്വസ്റ്റ്യൻ പഠിച്ചു പോകാറുണ്ട്. 4 P's ഓഫ് മാർക്കറ്റിംഗ്. ദെൻ സെലക്ഷൻ പ്രോസസ്സ് ആണ് നമുക്ക് 8 മാർക്കിന് ചോദിച്ചത്. സെലക്ഷൻ എന്താണ്, എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് പ്രോസസ്സായിട്ട് വിളിക്കുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ടിങ് നമ്മൾ, ഇവിടെ നമുക്ക് എംപ്ലോയീസിൻ്റെ ടെസ്റ്റുകൾ 5 എണ്ണം ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ സെലക്ഷൻ്റെ പ്രോസസ്സ് ചോദിച്ചിട്ടില്ല. ഇത് സെലക്ഷൻ കാണുമ്പോൾ എല്ലാവരും പ്രോസസ്സ് എടുത്ത് എഴുതിയ സ്റ്റുഡൻസും ഉണ്ട്. സെലക്ഷൻ എന്താണ്, അതുപോലെ നെഗറ്റീവ് പ്രോസസ്സ് ആവാൻ എന്താ കാരണം, കുറച്ച് പേരെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നു. പിന്നെ ടെസ്റ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തത്. ഒരിക്കലും ടെസ്റ്റുകൾ 8 മാർക്കിൽ പോയ ചരിത്രം തന്നെ ഉണ്ടായിട്ടില്ല. നമുക്ക് സെലക്ഷൻ ടെസ്റ്റുകൾ സാധാരണ ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് ചോദിക്കാറ്. 5 മാർക്ക് 4 മാർക്കിനൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. പിന്നീട് നമുക്ക് 8 മാർക്കിന് ചോദിച്ചത് ഇത് കുഴപ്പമില്ലായിരുന്നു, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് 8 മാർക്കിന് ചോദിച്ചത്. സൂപ്പർവിഷനും അതിൻ്റെ സൂപ്പർവൈസറുടെ റോളും നമുക്ക് 8 മാർക്കിൽ അങ്ങനെ പോകാറില്ല. നമ്മൾ 8 മാർക്ക് എക്സ്പെക്ട് ചെയ്ത ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ്, മാർക്കറ്റിംഗ് മിക്സുകൾ, എക്സ്റ്റേണൽ സോഴ്സസ്, ഇന്റേണൽ സോഴ്സസ്, അതുപോലെ തന്നെ ബാരിയേഴ്സ് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്ത 8 മാർക്കുകളും 5 മാർക്കുകളല്ല വന്നത്. എന്നാൽ ജയിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം ഈ ഒരു മാച്ച് ദ ഫോളോയിങ്, കുറച്ച് സയൻറ്റിഫിക്കിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെ എല്ലാ നോർമൽ സ്റ്റുഡൻസിനും അറിയാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് കുറച്ച് ടഫ് തന്നെയായിരുന്നു. മോഡൽ എക്സാമിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ടഫായിരുന്നു. മോഡൽ എക്സാം പേപ്പർ നല്ല എളുപ്പമുള്ള പേപ്പറായിരുന്നു മോഡൽ എക്സാം നമ്മുടെ. സോ മോഡൽ എക്സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ടഫ് പേപ്പറായിരുന്നു. പക്ഷേ A+ കിട്ടാൻ കുറച്ച് പാടാണ് എല്ലാവർക്കും. എന്നാൽ പാസ്സാവാതിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. തോൽക്കുമെന്ന് ചോദിച്ചാൽ തോൽക്കൊന്നുമില്ല എല്ലാവരും. കാരണം ജയിക്കാനുള്ള മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. കാരണം 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്, ഇവർ 2-3 ചോദ്യമൊക്കെ നമുക്ക് എളുപ്പമുള്ളതാണ്. 2-3 ചോദ്യം മാത്രം കേട്ടോ.
അതായത് റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിങ്ങിനെ കുറിച്ചുള്ളതൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. പക്ഷേ A+ കിട്ടുക എന്ന് പറയുന്നത് കുറച്ചധികം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത സ്റ്റുഡൻസിനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോഡൽ എക്സാമിനെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റഡീസ് നമുക്ക് കുറച്ച് ടഫ് തന്നെയായിരുന്നു കേട്ടോ. നല്ല എളുപ്പമുള്ള പേപ്പറല്ല, ഒരു ആവറേജ് പേപ്പറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് ബിസിനസ്സിൻ്റെ അവസ്ഥ. എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടില്ല, ചെറിയൊരു രീതിയിൽ ടഫ് ഉണ്ടെന്ന് പറയാം. ആരെ കുറിച്ചിട്ട്? ബിസിനസ്സിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് അക്കൗണ്ടൻസി നോക്കാം. അക്കൗണ്ടൻസിയിൽ 2 തരം ക്വസ്റ്റ്യൻ പേപ്പർ. AFS സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആദ്യം നോക്കി നോക്കാം. AFS കുട്ടികളുടെ 1 മാർക്ക് എല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് റിയലൈസേഷനും റിവാലുവേഷനും തന്നെയാണ് വന്നത്. റിവാലുവേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഷെയർ ഓഫ് ഗുഡ് വിൽ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ പ്ലാന്റ് അപ്രീഷിയേറ്റ് ആയി, സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്തിരിക്കുന്നതാണ്, ഡിപ്രീസിയേഷൻ ടഫായിട്ടൊന്നുമില്ല, ഒരു റിസർവ് അതിൽ എടുക്കുന്നുണ്ട്, അത് വിധിച്ചു കൊടുക്കുക, അത്ര തന്നെയായിരുന്നു. ദെൻ പിന്നീട് വന്നത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം കമ്മീഷൻ എല്ലാം വന്നിട്ട് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 5 മാർക്കിന്. ദെൻ പിന്നീട് നമുക്ക് വന്നത് 5 മാർക്കിന് ലോൺ അക്കൗണ്ട് 5 മാർക്കിന് അവർക്ക് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ ജേർണൽ എൻട്രി ചോദിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് AFS സ്റ്റുഡൻസിന് കൂടുതലും തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഫിക്സ്ഡ് ക്യാപിറ്റലിൽ ഏതെങ്കിലും 2 സർക്കംസ്റ്റാൻസസ്, ഫിക്സ്ഡ് ക്യാപിറ്റലിൽ ചേഞ്ച് ആവുന്ന സർക്കംസ്റ്റാൻസസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ വന്നിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്, സാക്രിഫൈസിങ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. കണ്ടോ, 2 ഡിഫറൻസ് തന്നെ അവർക്കുണ്ട്. പിന്നീട് നമുക്ക് വന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഗുഡ് വിൽ കണ്ടുപിടിക്കുക. ജേർണൽ എൻട്രി ആണ്, എളുപ്പമുള്ള പേപ്പറാണ്. ഫസ്റ്റ് പാർട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും മോർ തിയറി ആണ് ഇവർക്ക് ചോദിച്ചത്. പക്ഷേ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അവർക്ക് 5 മാർക്കിന് ചോദിച്ചു. റിവാലുവേഷനും റിയലൈസേഷനും 8 മാർക്ക് നമുക്ക് ഓൾറെഡി അറിയാം. ഒന്നുകിൽ റിവാലുവേഷൻ അല്ലെങ്കിൽ റിയലൈസേഷനാണ് ചോദിക്കാൻ, നമുക്കത് ഓൾറെഡി നമുക്ക് അറിയാമായിരുന്നു. 2 ഡിഫറൻസ് അവർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അത്രയാണ് അവരുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ അവസ്ഥ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനും ഗുഡ് വില്ലാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 3 മാർക്കിൽ കാണുന്നത് പോയുള്ളത്. ദെൻ AFS വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയുള്ള ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഫൈനാൻസിങ് ആക്ടിവിറ്റി തിയറി ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ലോൺ അക്കൗണ്ടുകൾ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നത്. ഷെയറിൻ്റെ ഒരു 8 മാർക്കിൻ്റെ ചോദ്യം, റേഷ്യോ കാണാത്തവർക്ക് ഷെയർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇവരെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, എളുപ്പമുണ്ട്. നമുക്ക് നല്ല ടൈം വേണം ഇവിടെ ചെയ്യാനായിട്ട്, കാരണം തിയറി ബേസ്ഡ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടഫാന്ന് പറയാൻ പറ്റില്ല. ഓക്കെയാണ് പേപ്പർ. A+ കിട്ടാനൊക്കെ നല്ല സുഖമാണ്. ഡബിൾ പാസ് കിട്ടാൻ വളരെയധികം എളുപ്പമാണ്, കാരണം തിയറി ഉള്ള കാരണം ഡബിൾ പാസ് ഓക്കെയാണ്. A+ എല്ലാം ഓക്കെയാണ്. നമ്മൾ ഇനിയിപ്പോൾ തിയറി മാത്രം പഠിച്ചവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും. അതുപോലെ 1 മാർക്കുകളും തിയറി ചോദിച്ചാൽ മാർക്ക് കിട്ടും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ മോഡൽ തന്നെയുള്ള പ്രോബ്ലംസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. P&L അപ്രോപ്രിയേഷനും അതുപോലെ റിവാലുവേഷൻ അക്കൗണ്ടും എല്ലാം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത പേപ്പറാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏറ്റവും എളുപ്പമുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് AFS കുട്ടികളെക്കാൾ സംബന്ധിച്ച് ഇറ്റ്സ് വെരി സിമ്പിൾ പേപ്പർ എന്ന് ഞാൻ പറയും. കാരണം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് ഓൺ എല്ലാ തിയറി ക്വസ്റ്റ്യൻസും സിമ്പിളായിരുന്നു. കാരണം എന്താ പറയുക, ജേർണൽ എൻട്രി വന്നിട്ടുണ്ട്, ഫിക്സ്ഡും ഫ്ലക്ച്വേറ്റിങ്ങും വന്നിട്ടുണ്ട്, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജേർണൽ എൻട്രി 2 ജേർണൽ എൻട്രി ചോദിച്ചത് റിസർവും P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ദെൻ പിന്നീട് ഇവർക്ക് ചോദിച്ചത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ലോൺ അക്കൗണ്ടും 5 മാർക്കിന് ചോദിച്ചു. 5 മാർക്കിൽ ലോൺ അക്കൗണ്ട് CA-കാരുടെ അങ്ങനെ ചോദിക്കാറില്ല, 3 മാർക്കിലേക്കാണ് പോകാറ്. ഇവർക്ക് P&L അപ്രോപ്രിയേഷൻ ഒന്നും വന്നിട്ടില്ല. ആക്ച്വലി ഇവർക്ക് P&L അപ്രോപ്രിയേഷൻ വന്നിട്ടില്ല, കുറച്ച് നല്ല എളുപ്പമുള്ള തിയറീസും വന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് 20 മാർക്കിൻ്റെ അത് കുഴപ്പമില്ലായിരുന്നു. ലിബറൽ ഓഫീസ് കാൽക്കിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, ഗ്നൂ കാർട്ടയുടെ ലെഡ്ജർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണത്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും സബ് സിസ്റ്റംസ്, ദെൻ ലിബറൽ ഓഫീസ് ഗ്നൂ കാർട്ടയുടെ ഫീച്ചേഴ്സ്, കൗണ്ടിഫ്, PMT, സമ്മിഫൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോർ ഈസിയാണ് നമ്മൾ CA സ്റ്റുഡൻസിന്. ഇവർക്ക് പ്രോബ്ലംസ് നല്ല എളുപ്പമുള്ള 3 പ്രോബ്ലംസ് ഉള്ളൂ ശരിക്കും. ഒരു ലോൺ അക്കൗണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ഒരു essay ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. P&L അപ്രോപ്രിയേഷൻ എല്ലാവർക്ക് P&L അപ്രോപ്രിയേഷൻ ഉണ്ട്, ഇവർക്ക് അതില്ല. പകരം ഗുഡ് വില്ലും ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഉണ്ട്. ദെൻ ജേർണൽ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഇവരുടെ തിയറി എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഏറ്റവും കുറവ് പ്രോബ്ലംസ് ആണ് CA-കാർക്ക് ഉള്ളത്. അപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ്സിനേക്കാൾ നല്ല എളുപ്പമാണ്. AFS നല്ല എളുപ്പമുണ്ട്, CA നല്ല എളുപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ എളുപ്പം CA ആണ്, കാരണം അവരുടെ 1 മാർക്ക് വരെ വെരി സിമ്പിൾ. AFS കുട്ടികൾക്കും ഓക്കെയാണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അക്കൗണ്ടൻസി ഇറ്റ്സ് ഈസി പേപ്പർ,
നല്ല ഈസി പേപ്പറാണ്. ബിസിനസ് സ്റ്റഡീസ് മാത്രമാണ് നമുക്ക് ചെറിയൊരു രീതിയിൽ ടഫ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിരുന്നെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.